This program co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ടെക്നോളജിയിലും നവീകരണത്തിലും വലിയ കുതിപ്പിന് വഴിയൊരുക്കി കേരള ബജറ്റ്. ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, ആഗോള തൊഴിൽ സാധ്യതകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിജ്ഞാന സാങ്കേതിക കേന്ദ്രമായി ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ ടെക്നോളജി, ഗവേഷണം, നവീകരണം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി കേരള ബജറ്റ് 2026 യുവജനങ്ങൾക്ക് ആഗോള തൊഴിൽ സാധ്യതകൾ ഒരുക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകളിൽ കേരളത്തെ മുന്നിലെത്തിക്കുന്നതിനുമുള്ള നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിദേശത്തെ പ്രമുഖ സർവകലാശാലകളെ ആകർഷിച്ച് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമാക്കാൻ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ആഗോള തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ വിലയിരുത്തി യുവജനങ്ങളെ ഭാവി തൊഴിലവസരങ്ങൾക്കായി സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നോളജ് വാലി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുപോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സാറ്റലൈറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകാനുമാണ് തീരുമാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സ്പേസ് ടെക്നോളജി തുടങ്ങിയ ഭാവി സാങ്കേതിക മേഖലകളിൽ കേരളത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഗവേഷണ നവീകരണ രംഗത്ത് വലിയ ചുവടുവയ്പായി IIT മദ്രാസ് റിസർച്ച് പാർക്കിന്റെ മാതൃകയിൽ സംസ്ഥാനത്ത് റിസർച്ച് പാർക്ക് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു. സർവകലാശാലകൾ, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗവേഷണ ഫലങ്ങളെ വാണിജ്യവൽക്കരിക്കാനുള്ള വേദിയാകുമിത്. ആരോഗ്യ സാങ്കേതികവിദ്യാ മേഖലയെ ശക്തിപ്പെടുത്താൻ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മെഡിക്കൽ ഗവേഷണം, ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ നവീകരണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംരംഭകത്വത്തിനും ടെക് സ്റ്റാർട്ടപ്പുകൾക്കും കരുത്തേകാൻ 10,000 പുതിയ MSME സംരംഭങ്ങൾ രൂപീകരിക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടെക് അധിഷ്ഠിത സംരംഭങ്ങൾക്കും നവീന വ്യവസായങ്ങൾക്കും ഇത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സാങ്കേതികവിദ്യ, ഗവേഷണം, നവീകരണം, ഭാവി തൊഴിൽ മേഖലകൾ എന്നിവയിൽ ദീർഘകാല നിക്ഷേപത്തിന് മുൻഗണന നൽകുന്ന ബജറ്റായാണ് കേരള ബജറ്റ് 2026 വിലയിരുത്തപ്പെടുന്നത്. കേരളത്തെ ക്ഷേമ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ സൂചനകളാണ് ഈ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നിസാന്റെ പുതിയ SUVക്കായി കാത്തിരിക്കുന്ന വാഹനപ്രേമികൾക്ക് ആവേശം പകരുന്ന ടീസറുമായി കമ്പനി. ജൂലൈ 9 ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ടെക്ടൺ SUVയെ ബേബി പെട്രോൾ എന്ന വിശേഷണത്തോടെയാണ് നിസാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രീറ്റ, സെൽറ്റോസ് തുടങ്ങിയ മോഡലുകൾക്ക് വെല്ലുവിളിയാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ വാഹനം. മിഡ് സൈസ് SUVയായ ടെക്ടൺ ജൂലൈ 9 മുംബൈയിൽ ആഗോളതലത്തിൽ അവതരിപ്പിക്കും. പുതിയ ടീസറിലൂടെയാണ് വാഹനത്തിന്റെ കൂടുതൽ ഡിസൈൻ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടത്. ബേബി പട്രോൾ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ടെക്ടൺ നിസാന്റെ ഐതിഹാസിക SUVയായ പട്രോളിന്റെ ഡിസൈൻ ശൈലി പിന്തുടരുന്നതാണ്. വലിയ ഗ്രിൽ, കണക്റ്റഡ് LED ലൈറ്റിംഗ്, പ്രകാശിക്കുന്ന നിസാൻ ലോഗോ, ഉയർന്ന ബോണറ്റ്, ബോക്സി സിലുവറ്റ് എന്നിവയാണ് വാഹനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. വീൽ ആർച്ചറുകളിലും ബോഡി ക്ലാഡിംഗിലും ഓഫ് റോഡ് സ്വഭാവം പ്രകടമാണ്. റെനോ ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോമിലാണ് ടെക്ടൺ ഒരുങ്ങുന്നത്. 1.0 ലിറ്റർ ടർബോ പെട്രോൾ, 1.3 ലിറ്റർ ടർബോ പെട്രോൾ കൂടാതെ ശക്തമായ ഹൈബ്രിഡ് പതിപ്പും പിന്നീടെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ലെവൽ 2 ADAS, 360 ഡിഗ്രി ക്യാമറ, പനോരമിക് സൺറൂഫ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങിയ ആധുനിക ഫീച്ചറുകളും പ്രതീക്ഷിക്കപ്പെടുന്നു. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, മാരുതി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ടോ ഹൈ റൈഡർ തുടങ്ങിയ ജനപ്രിയ SUVകളോട് മത്സരിക്കാനാണ് ടെക്ടൺ എത്തുന്നത്. നിസാന്റെ ഇന്ത്യൻ തിരിച്ചുവരവിലെ നിർണായക മോഡലായി വാഹനത്തെ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. This program co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.